അബൂ ഇസ്ഹാഖ് അസ്സബിഈ റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് 80 വയസ്സ് പിന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 80 വയസ്സ് പിന്നിട്ടിട്ടുണ്ട്. അദ്ദേഹം യുവാക്കളോട് പറയുകയാണ്, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, ഇഗ്തനിമു ശബാബക്കും, നിങ്ങൾ നിങ്ങളുടെ യുവത്വം അത് മുതലെടുക്കണം. നിങ്ങളുടെ യുവത്വം അത് നിങ്ങൾ മുതലെടുക്കണം. ഫവല്ലാഹി ലാ തമുറു അലൈന ലൈലതൻ ഇല്ലാ വഖറ ഫീഹാ അൽഫ് ആയ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, എന്താണത്? എനിക്കൊരു രാത്രിയും കടന്നു പോകുന്നില്ല, ആ രാത്രിയിൽ ഞാൻ 1000 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടല്ലാതെ. നോക്കൂ സഹോദരങ്ങൾ, 80 വയസ്സ് അദ്ദേഹത്തിന് പിന്നിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ദിവസവും കടന്നു പോകുന്നില്ല, ആ ദിവസം ഞാൻ 1000 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടല്ലാതെ. വഅസൂമു അശ്ഹുറുൽ ഹുറും, ഞാനിതാ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞ ഓരോ മാസങ്ങളിലും ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. വതലാസതു അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് സുമ്മ യത്ലു ഖൗലല്ലാഹി തആല, അവിടുന്ന് ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ഏതാണത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. ഒരിക്കലും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ വലിയ സ്ഥാനം ലഭിക്കണമെന്ന് പറഞ്ഞതല്ല. നസീഹത്തിന്റെ ഭാഷയിൽ അവർ യുവാക്കളോട് പറഞ്ഞ കാര്യമാണിത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രായത്തിലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ യുവത്വ കാലഘട്ടം ചിലവഴിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിലാണ്. ചില സലഫുകൾ പറഞ്ഞതായി കാണാം, ഹാദിഹി ജവാരിഹുനാ ഹഫൽനാഹാ ഫി സിഗർ, നമ്മളിതാ ചെറുപ്രായത്തിൽ നമ്മുടെ ഈ അവയവങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നതിൽ നിന്ന് നമ്മൾ തടഞ്ഞിരുന്നു. ചെറിയ പ്രായത്തിൽ നമ്മൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് നമ്മുടെ ഈ അവയവത്തെ നമ്മൾ തടഞ്ഞിരുന്നു. ഫഹഫൽനാഹാ അല്ലാഹു ലനാ ഫിൽ കിബർ, റബ്ബ് സുബ്ഹാനഹു വ തആല വാർദ്ധക്യത്തിലെത്തിയപ്പോൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അവനെ ധിക്കരിക്കാതിരിക്കാൻ. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ജീവിതം ചിലവഴിക്കുന്നത്, എങ്ങനെയാണോ നമ്മുടെ യുവത്വത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിലവഴിക്കുന്നത്, ആ അവസ്ഥയിലായിരിക്കും നമ്മൾ മരണപ്പെടുക. ആ അവസ്ഥയിലായിരിക്കും നാം മരണപ്പെടുക. ചില ആളുകൾ പറയാറില്ലേ, ഈ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു തീർക്കാം, ചെറിയ പ്രായമല്ലേ, യുവത്വമല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ അടിച്ചുപൊളിച്ച് നമുക്ക് ജീവിക്കാം, പ്രായമായി കഴിഞ്ഞാൽ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് നല്ല രൂപത്തിൽ ജീവിക്കാം എന്ന് പറയുന്ന ആളുകൾ